പത്രങ്ങൾക്ക് ഒന്നാം പേജ് നന്നായി ഡിസൈൻ ചെയ്യാനും അതോടൊപ്പം തന്നെ വാർത്തകൾ നിറയ്ക്കാനും കഴിഞ്ഞൊരു ദിവസം. അതായത് കടലിൽ കപ്പൽ പൊട്ടിത്തെറിക്കുന്നു, തീപിടിക്കുന്നു, ഒപ്പം തന്നെ കണ്ടെയ്നറുകൾക്ക് തീപിടിക്കുന്നു, അപകട കപ്പൽ കത്തിയമർന്നു, ഇങ്ങനെ പോകുന്നു. തലക്കെട്ടുകൾ മാത്രമല്ല, ഇൻഫോഗ്രാഫിക്സ് ഒക്കെ നിറച്ചുകൊണ്ട് മനോരമയും മാതൃഭൂമിയും മാധ്യമവും കേരളകൗമുദിയും ദേശാഭിമാനി എല്ലാ പത്രങ്ങളും വലിയ ചിത്രങ്ങൾ ഇൻഫോഗ്രാഫിക്സ് സഹിതമാണ് ഒന്നാം പേജിൽ. കാരണം ഇൻഫോഗ്രാഫിക്സ് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ ഒരു പത്രവും വെറുതെ വിടില്ല, പ്രത്യേകിച്ച് മനോരമ, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം പേജിൽ കപ്പൽ കത്തിയ വാർത്ത എല്ലാ പത്രങ്ങളും വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ഉൾപേജുകളിലും അപകടത്തിൻ്റെയും രക്ഷാപ്രവർത്തനത്തിൻ്റെയും വിശദാംശങ്ങൾ ഉൾപേജുകൾ നൽകിയിട്ടുണ്ട്. ആദ്യം നമുക്ക് മാതൃഭൂമിയിലേക്ക് ഒന്ന് പോയി നോക്കാം. കാരണം മനോരമയിലേക്ക് പോകുന്നതിന് മുന്നേ മാതൃഭൂമിയിലേക്ക് പോയി വരാം. കാരണം കുറച്ചും കൂടി വിശദമായി മാതൃഭൂമി വാർത്തകൾ നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ ചരക്ക് കപ്പലിൽ പൊട്ടിത്തെറി, കത്തി അമർന്നു അപകട കപ്പൽ. ഒരുപക്ഷെ മലയാളിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു 15 ദിവസത്തിനിടയിൽ ദിവസവും വൈകുന്നേരം എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടാകുന്നൊരവസ്ഥ. അത് സാധാരണഗതിയിൽ നാട്ടിലാണുള്ളത്, ഇതിപ്പോൾ കടലിലാണെന്നുള്ളതാണ് ആശങ്ക. കടൽ കേരള തീരത്തോട് ചേർന്ന് നിൽക്കുന്ന കടലായതുകൊണ്ട് കൂടുതൽ ആശങ്ക എന്ന് വേണം കാണാൻ. പക്ഷേ നമ്മുടെ രക്ഷാപ്രവർത്തനം അതിവേഗം ഉണ്ടായി. 22 പേരാണ് ആ കപ്പലുണ്ടായിരുന്നത്. 22 പേരിൽ 18 പേർ കടലിലേക്ക് ചാടിയ 18 പേരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. നമ്മുടെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ കരുത്തും ശക്തിയും ഒക്കെ കാണുന്ന അവിടെയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഈ കപ്പലിലുണ്ടായിരുന്നത് വലിയ രൂപത്തിൽ പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ദ്രവീകൃത ഇന്ധനവും ഒപ്പം തന്നെ ഖര ഇന്ധനവും, അതുമാത്രമല്ല വെള്ളത്തോട് ചേർന്നാലും വായുവിനോട് ചേർന്നാലും ഒക്കെ പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ഇന്ധനവും മറ്റു കാര്യങ്ങളുമാണ് കപ്പലിലെ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ കപ്പലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് കപ്പലിൽ ചില സൂചനകൾ നൽകും, ഈ കപ്പലിൽ എന്തൊക്കെ കണ്ടെയ്നറുകൾ ഉള്ളത് എന്നുള്ളത്. ആ സൂചനകളിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് ഇതെന്തൊക്കെയാണെന്നുള്ളത്. അത് തന്നെയാണ് പത്രങ്ങൾ വളരെ വിശദമായി പറയുന്നത്. ആദ്യം കപ്പലിൻ്റെ അടിത്തട്ടിലാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അത് ബ്ലാസ്റ്റ് തന്നെയാണ്. ഇന്നലെ അത് നാവികസേനയും പറഞ്ഞിരുന്നു. അത് മാതൃഭൂമി ഒന്നാം പേജിൽ ആ കാര്യം നന്നായി നൽകിയിട്ടുണ്ട്. അടിത്തട്ടിൽ ഡോക്കിൽ തന്നെയാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. പിന്നീട് തീ പിടിക്കുന്നു. നമ്മൾ ആദ്യ ചിത്രങ്ങൾ കണ്ടപ്പോൾ നമുക്കറിയാവുന്നതാണ്. ആദ്യം ചെറുതായി പൊട്ടിത്തെറി അല്ലെങ്കിൽ തീ പിടിക്കുന്നതിലേക്ക് പോകുന്നു, പിന്നീട് തീപിടുത്തം വലുതാകുന്നു. രക്ഷാപ്രവർത്തനം അതിവേഗം, 18 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. നമ്മുടെ കണ്ണൂർ അഴീക്കൽ തീരത്തിന് ഏതാണ്ട് 81 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വളരെ വിശദമായി മാതൃഭൂമി. അത് മാത്രമല്ല, ഈ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയും വളരെ വിശദമായി ഇൻഫോഗ്രാഫിക്സ് സഹിതം പോകുന്നുണ്ട്. നമ്മുടെ കൊച്ചിയും ബേപ്പൂരും അഴീക്കലും മംഗളൂരും മൂന്നിനോടും ചേർന്ന് നിൽക്കുന്ന രൂപത്തിലൊക്കെ വളരെ വിശദമായി മാതൃഭൂമി പറയുന്നുണ്ട്. കപ്പലിൽ തീയും പൊട്ടിത്തെറിയും ഉണ്ടായെന്നാണ് മനോരമ പറയുന്നത്. കണ്ണൂരിൽ നിന്ന് 81.4 കിലോമീറ്റർ, അതായത് കുറച്ചും കൂടി ഷാർപ്പായി മനോരമ 4 കിലോമീറ്റർ അകലെയാണ് അപകടമെന്ന് മനോരമ പറയുന്നു. ഈ മാതൃഭൂമിയിലെ പോലെ തന്നെ ഈ കൊളംബോയിൽ നിന്നുള്ള യാത്രാ ദൂരവും യാത്രയുടെ വിശദാംശങ്ങളും വാൻഹൈ 503 എന്ന കപ്പൽ, വാൻഹൈ 503 കപ്പലിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അതിൽ പറയുന്നുണ്ട്. മുംബൈയിലേക്കുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടെയ്നറുകളിൽ കൊടും വിഷപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കാൻ ഏറ്റവും ശേഷിയുള്ള കാര്യങ്ങളാണ് എന്നുകൂടി മനോരമ ഒന്നാം പേജിൽ പറയുന്നുണ്ട്. മലിനീകരണ ഭീഷണി ഉയർത്തി 140 കണ്ടെയ്നർ. നമുക്കറിയാം, ഒരു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുടെ ക്ഷീണം തന്നെ കേരള തീരത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് വരാൻ പോകുന്നത് 140 മലിനീകരണ ശേഷിയുള്ള കണ്ടെയ്നർ ഉണ്ട് എന്ന് മനോരമ വളരെ വിശദമായി പറയുന്നു. ഉൾപേജിൽ 8-9 പേജ് എടുത്താണ് മനോരമ ഈ വാർത്തയെ കൂടുതൽ വിശദമായി കാണിക്കുന്നത്. അറബിക്കടലിലെ കപ്പൽ ബോംബ് എന്ന് പറയുന്നു. 2 ആഴ്ച കൊണ്ട് തകർന്നത് 2 കപ്പലുകൾ, ശതകോടികൾ നഷ്ടം എന്നും പറയുന്നു. സ്വാഭാവികമാണ്, കാരണം കപ്പലുകൾ കത്തിയാൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. അതിൽ ഏറ്റവും വലിയ ചിത്രം, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ചിത്രമായി തോന്നിയത്, നമ്മളുടെ INS സൂറത്ത്, ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ, അതിൻ്റെ വലിയ വീക്ഷണത്തിൽ കത്തിയമരുന്ന വാൻഹായി കൂടി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ വിശദമായി മറ്റ് പത്രങ്ങളിലേക്ക് പോയാൽ കേരളകൗമുദിയെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം ഉഷാറാക്കാൻ കഴിയും അത്രത്തോളം ഉഷാറാക്കിയിട്ടുണ്ട് വേണം പറയാൻ. തീഗോളമായി ചരക്ക് കപ്പൽ എന്നാണ് ഒന്നാം പേര് ഹെഡിങ്. കേരള തീരത്തിനടുത്ത് ആ ചിത്രം നന്നായി നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ മനോരമയെക്കാളും മാതൃഭൂമിയെക്കാളും നന്നായി ആ ചിത്രം നൽകാൻ കഴിഞ്ഞത് കേരളകൗമുദിക്കാണ്. സുപ്രഭാതവും മാധ്യമം നൽകിയിട്ടുള്ളത് തീക്കടൽ എന്നാണ്. തീക്കടൽ എന്നുള്ളൊരു പ്രയോഗമാണ്. തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നൊക്കെ പറയുന്നത് പോലെ തീക്കടൽ. പക്ഷേ ഇതൊരു ദുരന്ത വാർത്തയാണ്. എന്നാൽ പോലും തീക്കടൽ എന്നാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. ചരക്ക് കപ്പൽ കത്തിയമരുന്നു എന്ന് സുപ്രഭാതം നൽകുന്നുണ്ട്. കപ്പൽ കത്തുന്നു എന്നാണ്. കപ്പൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കപ്പൽ കത്തുന്നു എന്നുള്ളതാണ് ദേശാഭിമാനി ഒന്നാം പേജിലെ വാർത്ത. അത് ബേപ്പൂരിൽ നിന്ന് 129 കിലോമീറ്റർ അകലെ എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഏതാണ്ട് 81.4 കിലോമീറ്റർ ദൂരമാണ് അഴീക്കൽ എന്നുള്ളത്. ഒരുപക്ഷെ ദേശാഭിമാനി ബേപ്പൂരിൽ നിന്നായിരിക്കും ആ വാർത്ത കൈകാര്യം ചെയ്യുന്നു വിചാരിക്കുന്നു. എന്തായാലും ജീവനക്കാരെ മംഗളൂരിൽ എത്തിച്ചു എന്ന് ദേശാഭിമാനി പറയുന്നുണ്ട്. അത് രാവിലെ നമ്മൾ കണ്ടതാണ്. 4 പേർക്ക് ഗുരുതര പരിക്കുണ്ട്, 4 പേരെ കാണാതായി. തീ അണയ്ക്കാനുള്ള ശ്രമം വിഫലം, സ്ഫോടനത്തിന് ഇനിയും സാധ്യത, കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. അങ്ങനെ വളരെ വിശദമായി ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ആ വാർത്ത വളരെ മനോഹരമായി വലുതായി തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ബ്ലേസ് എന്നുള്ള രൂപത്തിലാണ്. കാർഗോ ഷിപ്പ് കത്തി അമരുന്നു, 4 പേർ, 4 മിസ്സിംഗ് എന്നുള്ളതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്ത. ഒരു പക്ഷേ അത് മാത്രമല്ല, കുറച്ചും കൂടി ഇൻഫോഗ്രാഫിക്സ് കൂടുതലുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെന്ന് കരുതേണ്ടി വരും. വാൻഹായ് എന്താണെന്നും അല്ലെങ്കിൽ ആ കപ്പലിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി എക്സ്പ്രസ് പറയുന്നുണ്ട്.
അങ്ങനെ വളരെ വിശദമായി ഇതൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മളുടെ തീരത്തായതുകൊണ്ട് നമ്മൾക്കൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നത് കൊണ്ട് പത്രങ്ങൾ കുറച്ചും കൂടി വിശദമായി അതിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ മനോരമയുടെ ഉൾപേജിൽ മാത്രമാണ് പോയത്. മാതൃഭൂമിയുടെ ഉൾപേജിലും വളരെ വിശദമായി തന്നെ ഈ കപ്പലിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് ഒന്ന് വേഗം പോയിട്ടെത്താം. കടൽ തീ എന്നാണ് ഉൾപേജിലെ ഹെഡിങ്. അതായത് 8-ാം പേജിൽ കുതിച്ചെത്തി നാവികസേനയും തീരരക്ഷാസേനയും. അന്ന് എൽസ, ഇന്ന് വാൻഹായ്. എൽസ നമുക്കറിയാം 15 ദിവസം മുമ്പ് കേരള തീരത്ത് കത്തിയതാണ്. എൽസയിൽ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അത് കുറച്ചും കൂടി ചെറിയ കപ്പലാണ്. 184 മീറ്റർ നീളമാണ്. ഇത് ഏതാണ്ട് 284 മീറ്റർ നീളമുള്ള വലിയ കപ്പലാണ്. അങ്ങനെ വളരെ വിശദമായി ഈ വാർത്തയെ എല്ലാ പത്രങ്ങളും നന്നായി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഇനിയുള്ളത് നിലമ്പൂരിലേക്കാണ്. കാരണം നിലമ്പൂർ ഒരുപക്ഷെ ഈ വാർത്തയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത നിലമ്പൂരാകുമായിരുന്നു. നമുക്കറിയാം വൈദ്യുത കണിയിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അത് നിലമ്പൂരിനെ ചൂട് പിടിപ്പിച്ചു കഴിഞ്ഞു. രണ്ട് പാർട്ടികളും UDF-ഉം LDF-ഉം മാത്രമല്ല BJP-യും അതിലേക്ക് വന്നു കഴിഞ്ഞു. വലിയ തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഇതിൽ പ്രശ്നമുണ്ടായത്, ഇതിൽ കുടുങ്ങിപ്പോയ ഒരാൾ മന്ത്രി AK ശശീന്ദ്രനാണ്. അദ്ദേഹം ആദ്യ ദിവസം ഒരു ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നു. ഇന്നലെ അതിൽ നിന്ന് മാറുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിച്ചു എന്ന് പറയുന്നു. എന്നെ ആരും വിമർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ 1-ാം പേജിൽ മനോരമ വാർത്ത നൽകിയിട്ടുണ്ട്. ഗൂഢാലോചനയോ ഹേയ് അങ്ങനെയൊന്നുമില്ല എന്നാണ്. ആ ഹെഡിങ് തന്നെ വളരെ നന്നായിട്ടുണ്ട്. ഗൂഢാലോചനയോ ഹേയ് മലക്കം പറഞ്ഞ ശശീന്ദ്രൻ എന്നുള്ളതാണ് മനോരമയുടെ 1-ാം പേജ് വാർത്ത. മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചു, ഗോവിന്ദനെയും തിരിച്ചു വിളിക്കുമോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അങ്ങനെ വളരെ വിശദമായി മനോരമ ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. അത് മാത്രമല്ല ഉൾപേജിൽ മനോരമ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഒന്നുകൂടി വിശദമാക്കേണ്ട സാഹചര്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. മറ്റ് പത്രങ്ങളിലേക്ക് പോയാൽ ഈ വെൽഫെയർ പാർട്ടി നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി എന്ന് പലരും അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ നൽകാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ പിന്തുണ നൽകുന്നു എന്ന് ഉറപ്പിക്കുന്നു. ആ വാർത്ത ഒരുപക്ഷെ മനോരമ ആ വാർത്ത നൽകിയിട്ടില്ല എന്ന് വേണം കാണാൻ. പക്ഷേ മാതൃഭൂമി 5-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി പിന്തുണ UDF-ന്, PDP-യുടെ പിന്തുണ LDF-ന്. രണ്ട് പാർട്ടികളും നമുക്കറിയാവുന്നതാണ്. രണ്ട് പാർട്ടികളെക്കുറിച്ചും ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് നൽകുന്നു, PDP-യുടെ പിന്തുണ LDF-ന് നൽകുന്നു. ഇതാണ് നിലമ്പൂരിൽ വരാൻ പോകുന്ന വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന വലിയ രാഷ്ട്രീയ വിഷയം എന്ന് വേണം കാണാൻ. അതിന് ദേശാഭിമാനി നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിക്ക് UDF അംഗത്വം, വെൽഫെയർ പാർട്ടിക്ക് UDF-ൽ അസോസിയേറ്റ് അംഗത്വം നൽകും. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷി പരിഗണനയിൽ സീറ്റും ഉണ്ടാകും. UDF-ന് പിന്തുണ. എന്തായാലും നിലമ്പൂരിലെ പിന്തുണയ്ക്ക് പ്രത്യുപകാരം എന്നുകൂടി ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നിലമ്പൂരിൽ ഒരുപക്ഷെ ചർച്ചയാകാൻ പോകുന്ന വലിയ വാർത്തകളിലൊന്നും ഒരുപക്ഷെ ഇതായിരിക്കും. പിന്തുണ ആർക്ക് എന്നുള്ള രൂപത്തിലായിരിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് വലിയ വാർത്ത. പക്ഷേ മറ്റ് ചില പത്രങ്ങൾ അതിനെ വിസ്മരിച്ചു എന്ന് വേണം കാണാൻ. കാരണം മനോരമയിൽ ആ വാർത്തയില്ല, പ്രധാനപ്പെട്ട മറ്റ് പല പത്രങ്ങളിലും ആ വാർത്തയില്ല എന്ന് വേണം കാണാൻ. മറ്റൊന്ന് നമുക്കറിയാം, ഇതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ വന്യമൃഗങ്ങളെ അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ആർക്കാണ് അധികാരം എന്ന രൂപത്തിൽ ചർച്ചകൾ പലതും നടക്കുന്നുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞത് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്, കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന വാർത്ത മാതൃഭൂമി 7-ാം പേജിൽ വലുതായി നൽകിയിട്ടുണ്ട്. അതും മനോരമ ഒരു പരിധിവരെ തമസ്കരിച്ചു എന്ന് വേണം കാണാൻ. അതും വളരെ വിശദമായി വലുതായി നൽകാൻ മനോരമ ശ്രമിച്ചിട്ടില്ല. അതൊരു വിമർശനമായി കാണേണ്ടതുണ്ട്. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ പ്രത്യേക അനുമതി അതിന് വേണ്ട എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. അതാണ് ആ വാർത്തയുടെ ഏറ്റവും കാമ്പ് എന്ന് പറയുന്നത്. അതിൽ വളരെ വിശദമായി തന്നെ മാതൃഭൂമി ആ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേന്ദ്രമന്ത്രി പറഞ്ഞാലും കേന്ദ്ര സർക്കാർ പറഞ്ഞാലും പുറത്തിറങ്ങിയാലൊന്നും കൊല്ലാനാവില്ല എന്നുകൂടി മനോരമ പറയുന്നുണ്ട്. വൈൽഡ് ലൈഫ് വാർഡനും പരിമിത അധികാരം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം അരിക്കൊമ്പൻ്റെയൊക്കെ സംഭവം ഉണ്ടായപ്പോൾ നമുക്കറിയാവുന്നതാണ് എങ്ങനെയാണ് നമ്മളത്ര കഷ്ടപ്പെട്ട ഒരു അനുമതിക്ക് വേണ്ടി എന്നുള്ളത്. ഈ കടുവ കാട്ടിലിറങ്ങിയാൽ അനുമതി എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് അത് വളരെ വിശദമായി മാതൃഭൂമി പറയുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ പട്ടികയിൽപ്പെട്ട എല്ലാ മൃഗങ്ങളും അവ വനത്തിന് പുറത്തായാലും അകത്തായാലും വന്യമൃഗങ്ങളായി തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. അവയെ കൊല്ലുന്നതിന് വ്യക്തമായ മാർഗ്ഗരേഖയുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം വൈൽഡ് ലൈഫ് വാർഡന് പരിമിത അധികാരങ്ങളേ ഉള്ളൂ. വന്യമൃഗത്തെ പിടികൂടാനോ മയക്കുവെടി വെക്കാനോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാനോ സാധിക്കില്ലെങ്കിൽ മാത്രമേ കൊല്ലാൻ ഉത്തരവിടാൻ ആകുള്ളൂ. അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇതിന് പൊരുത്തമില്ല എന്ന് വേണം കാണാൻ. കൊന്നൊടുക്കാൻ ഉത്തരവിടാനാകില്ല എന്നുള്ളതാണ് നിയമത്തിൻ്റെ കാമ്പായി പറയുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമാണ്. വെറുതെ മന്ത്രി പറഞ്ഞതിനെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ വശവും ഇപ്പുറത്ത് നൽകിയിട്ടുണ്ട്. അതാണ് ആ വാർത്തയുടെ ഏറ്റവും വസ്തുതയായി കാണേണ്ടത്. കേരളം അനുഭവിക്കുന്ന പ്രതിസന്ധി അതാണ്. ഒരുപക്ഷെ ക്ഷുദ്രജീവിയായി ഈ മൃഗങ്ങളെയൊക്കെ പ്രഖ്യാപിക്കണമെന്ന് കേരളം ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അത് സുപ്രഭാതവും ദേശാഭിമാനിയും 1-ാം പേജിൽ അങ്ങനെ തന്നെ നൽകിയിട്ടുണ്ട്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ല എന്നാണ് കേന്ദ്രം ഇന്നലെ പറഞ്ഞത്. സുപ്രഭാതം 1-ാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയും ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്.
എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയും വാദപ്രതിവാദങ്ങൾ തുടരും. കേന്ദ്രവും കേരളവും ഒക്കെ. കാരണം വനം എന്നുള്ളത് രണ്ട് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കയ്യിലുള്ള കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട സംഗതി ആയതുകൊണ്ട് കാര്യമായതുകൊണ്ട് അക്കാര്യത്തിൽ തർക്കം തുടരും. അത് രാഷ്ട്രീയ വാദമായി തന്നെ തുടരുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനുള്ളത്. മറ്റൊരു വാർത്ത ഒരുപക്ഷേ മാതൃഭൂമി മനോരമയും ഒന്നാം പേജിൽ നൽകാത്തൊരു വാർത്തയാണ്. അതെന്തുകൊണ്ട് ഒന്നാം പേജിൽ കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ കാരണം ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ അത് വലിയ വാർത്തയായി മാറേണ്ടതായിരുന്നു. ഇന്നലെ മുംബൈയിൽ ലോക്കൽ ട്രെയിനിൽ സബർബൻ ട്രെയിനിൽ യാത്ര ചെയ്ത 5 പേർ ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നു. എങ്ങനെയാണ് ട്രെയിനിൽ വീണ് മരിക്കുന്നു എന്നുള്ളത് മനോരമ വളരെ വിശദമായി അവരുടെ 4-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. 6-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇങ്ങനെയാണ്. സബർബൻ ട്രെയിനുകൾ നമുക്കറിയാം വളരെ തിരക്കേറിയതാണ്. മുംബൈ നഗരത്തിൽ വളരെ തിരക്കേറിയ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ പാളത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 ട്രെയിനുകൾ തമ്മിൽ കടന്നു പോകുമ്പോൾ യാത്രക്കാർ വാതിലിന് പുറത്തേക്ക് നിൽക്കുമ്പോൾ അവരുടെ ബാഗുകൾ പരസ്പരം ഉരസി പാളത്തിലേക്ക് വീണാണ് മരണം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇത് ആരുടെ കുഴപ്പമാണ്? റെയിൽവേയുടെ കുഴപ്പമാണോ, യാത്രക്കാരുടെ കുഴപ്പമാണോ, മറ്റാരുടെയെങ്കിലും കുഴപ്പമാണോ എന്നുള്ളത് കൊണ്ട് അറിയില്ല. പക്ഷേ എന്തായാലും മുംബൈയിലായതുകൊണ്ട് അത് വലിയ വാർത്തയായില്ല. മനോരമ 6-ാം പേജിൽ നൽകിയിട്ടുണ്ട്, സുപ്രഭാതം 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങൾ ഹിന്ദു ദിനപത്രത്തിൻ്റെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണത്. ഹിന്ദു ദിനപത്രം ഏറ്റവും ടോപ്പ് വാർത്തയായി നൽകിയിട്ടുള്ളത്. കാരണം റെയിൽവേ പോലൊരു വലിയ സംവിധാനത്തിന് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല, യാത്രക്കാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ ഇടുങ്ങിയ പാതയിലൂടെ റെയിൽപാളം എങ്ങനെ ഉണ്ടായി എന്നുള്ള വലിയ ചോദ്യമാണ് അതൊക്കെ. കാരണം ഇത് കാലാകാലങ്ങളായി ഉള്ളതാണ്. ഒരു ദിവസം ഉണ്ടായ അപകടമല്ല, ദിനംപ്രതി ഉണ്ടാകുന്നതാണ്. പക്ഷേ മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പോകുന്നവർ റെയിൽപാളത്തിൽ മരിച്ചു വീഴുന്നു എന്നുള്ള വാർത്തയെ ഒരുപക്ഷെ മലയാള പത്രങ്ങൾ 1-ാം പേജിൽ ആ അർത്ഥത്തിൽ നൽകിയിട്ടില്ല എന്ന് വേണം കാണാൻ. അതാണ് നമുക്ക് വിമർശനമായി പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗ്രേറ്റ തുൻബർഗ് എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ അല്ലെങ്കിൽ ഗാസയിൽ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഒരുപാട് പേരാണ് മരണപ്പെടുന്നത്. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുണ്ട്, ഭക്ഷണം കിട്ടാതെ അലയുന്നുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി കേഴുന്നുണ്ട്. അവർക്കായി ഭക്ഷണവുമായി സഹായഹസ്തവുമായി പോയ ഒരു കപ്പൽ, ആ കപ്പലിനെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തടഞ്ഞു വെച്ചു. അതിൽ പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ഗ്രേറ്റ തുൻബർഗ് ഉണ്ട്. 12 പേരാണുള്ളത്. ആ വാർത്ത മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ വലിയ കാര്യമായി കണ്ടില്ല. പക്ഷേ മനോരമയിലും ദേശാഭിമാനിയിലും സുപ്രഭാതത്തിലും മാധ്യമത്തിലൊക്കെ ആ വാർത്ത നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങൾ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് മാതൃഭൂമി ആ വാർത്ത ഉൾപേജിലേക്ക് അല്ലെങ്കിൽ ചെറുതായി കൊടുക്കാൻ തയ്യാറായി. പക്ഷേ അതൊരു വലിയ വാർത്തയാണ്. കാരണം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്ന ഗസയിലേക്ക് സഹായവുമായി പോയ ഒരു കപ്പൽ, ആ കപ്പലിന് തന്നെ പ്രാധാന്യമുണ്ട്, ആ കപ്പലിൻ്റെ പേരിന് തന്നെ പ്രാധാന്യമുണ്ട്. ഞാൻ വിശദമാക്കുന്നില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ആ കപ്പൽ തടഞ്ഞു വെക്കുന്നു, പരിസ്ഥിതി പ്രവർത്തകരെ അടക്കം അവിടെ കസ്റ്റഡിയിലെടുക്കുന്നു. ആ വാർത്ത മനോരമ അവസാന പേജിൽ നൽകിയിട്ടുണ്ട്, ദേശാഭിമാനി 5-ാം പേജിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ പ്രശ്നം അവസാനിപ്പിക്കുന്നു ചെയ്തു.